ഇന്ത്യൻ ജനാധിപത്യം ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കിയിരിക്കുന്ന സമയത്താണ് ഇലോൺ മസ്ക് എന്തൊക്കെ പറഞ്ഞാലും പുറത്തു നിന്നൊരാൾ അല്ലേ അദ്ദേഹം ഇങ്ങനൊരു പ്രസ്താവന നടത്തുന്നത്. അതിനുശേഷം ശ്രീ രാജീവ് ചന്ദ്രശേഖർ, മുൻ കേന്ദ്രമന്ത്രി, സാങ്കേതിക വിദഗ്ധൻ, തിരുവനന്തപുരത്തെ എൻഡിഎയുടെ സ്ഥാനാർത്ഥി, അദ്ദേഹം മസ്കിനെതിരെ രംഗത്ത് വരുന്നു, പരിഹസിക്കുന്നു. രാഹുൽ ഗാന്ധി മുൻപ് പറഞ്ഞിട്ടുള്ള ആരോപണം തന്നെ കോൺഗ്രസിന്റെ, പ്രതിപക്ഷ ചേരിയുടെ, ഇന്ത്യ സഖ്യത്തിന്റെ ഒക്കെ ഒരു വലിയ ആരോപണമാണ് EVM ക്രമക്കേട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അരങ്ങേറുന്നു എന്നുള്ളത്. എലോൺ മസ്കിന്റെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. സുതാര്യത ഉറപ്പാക്കാതെ വരുമ്പോൾ, സംവിധാനങ്ങൾ പ്രോപ്പറായി ഫംഗ്ഷൻ ചെയ്യാതെ വരുമ്പോൾ ജനാധിപത്യം വലിയ തോതിൽ ക്രമക്കേടിന്, കൃത്രിമത്വത്തിനൊക്കെ ഇരയാകുന്നു എന്ന തരത്തിൽ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഇത്രയും കാലത്തെ ആരോപണത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ കിട്ടുന്നു എന്നുള്ളതാണോ? യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ജനാധിപത്യം EVMിലൂടെ അട്ടിമറിക്കപ്പെടുന്നു എന്ന വിശ്വാസം പ്രതിപക്ഷ ചേരിക്ക്, കോൺഗ്രസിന് ഒക്കെയുണ്ടോ? നോക്കൂ, ഇവിടെ ഇലോൺ മസ്കോ അങ്ങനെയുള്ള ആരെങ്കിലും പുറത്തുനിന്ന് അഭിപ്രായം പറയുന്നതിൻ്റെ വിഷയമല്ല. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത തകർന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. കാരണം രാജ്യത്ത് ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നമ്മുടെ സംവിധാനങ്ങളെ മുഴുവൻ പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏകാധിപത്യ ശൈലി, ഒരു ഫാസിസത്തിൻ്റെ രീതിയിൽ നമ്മുടെ സുപ്രീം കോടതിയിലാണെങ്കിലും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലാണെങ്കിലും RBI ആണെങ്കിലും മറ്റെല്ലാ സ്ഥാപനങ്ങളെയും പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. പലപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനത്തിൽ വലിയ ഒരു എന്താ പറയുക, ഒരു ക്രമക്കേട് നമുക്ക് കാണുന്നത് തന്നെയുണ്ട്. കാരണം ഇലക്ഷൻ്റെ ഷെഡ്യൂളിങ് അതൊരു വലിയൊരു വിഷയമാണ്. ഇലക്ഷൻ്റെ ഷെഡ്യൂൾ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രധാനമന്ത്രിക്ക് സൗകര്യപ്പെടുന്ന രീതിയിൽ അവർക്ക് ഉദ്ഘാടനങ്ങൾ നടത്താനും അല്ലെങ്കിൽ പ്രചരണത്തിനും വേണ്ട രീതിയിൽ ഇലക്ഷനുകൾ ഷെഡ്യൂൾ ചെയ്യുന്നു. അതേപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു പക്ഷപാതിത്വം കാണുന്നു. ക്യാമ്പയിൻ്റെ സമയത്ത് മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ ലംഘനം വരുമ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശബ്ദരായി മാറുന്നു. അതേസമയം മറ്റ് നേതാക്കന്മാർക്കെതിരെ ഒരു കാരണവുമില്ലാതെ നടപടികളിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ വിശ്വാസ്യത തകർക്കുന്ന രീതിയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പാണ് 2 ഇലക്ഷൻ കമ്മീഷണർമാർ രാജിവെക്കുന്നത്. അവരുടെ നിയമനം സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള വർഗീയമായിട്ടുള്ള പരാമർശങ്ങളെയെല്ലാം ഒരു നോട്ടീസ് പോലും അയക്കാൻ ത്രാണിയില്ലാത്ത രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ ഇരിക്കുന്നത് നമ്മൾ കണ്ടു. അവസാനം തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൻ്റെ ഒരു ദിവസം മുമ്പാണ് പറയുന്നത് ഇവരെല്ലാവരും മാന്യത പാലിക്കണമെന്ന് പറയുന്നത് ഏകദേശം ആ സമയത്താണ്. അപ്പോൾ അത്തരത്തിൽ പ്രധാനമന്ത്രിക്കും BJPക്കും അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്നൊരു സാഹചര്യം വന്നു. അപ്പോൾ മൊത്തമായി പിന്നെ അതുകൂടാതെ നോക്കൂ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വളരെ സംശയാസ്പദമായ രീതിയിൽ ഈ സ്ട്രോങ് റൂമുകൾക്കകത്ത് അല്ലെങ്കിൽ അടുത്ത് BJPയുടെ ആൾക്കാർ വരുന്നു. അവിടെ CCTVകൾ കട്ടാവുന്ന സാഹചര്യം വരുന്നു. സ്ട്രോങ് റൂമിനടുത്ത് EVMകളായിട്ട് വാനുകൾ വരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ മഹാരാഷ്ട്രയിൽ കണ്ടു അൺലോക്ക് ചെയ്യാൻ പറ്റുന്ന ഫോൺ, ആ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ ആൾ അകത്ത് കയറിയിരിക്കുന്ന ഉൾപ്പെടെയുള്ള സാഹചര്യം വരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു വശത്ത് BJP നിൽക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ രീതിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഇതെല്ലാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. പക്ഷേ ശ്രീ രാജു പിന്നാർ, ഇപ്പോൾ ഇലോൺ മസ്ക് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ്, അദ്ദേഹം ഏത് വാക്ക് കുറിച്ചിട്ടുണ്ടെങ്കിലും അത് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറയുന്നു, രാജീവ് ചന്ദ്രശേഖർ അതിന് മറുപടി പറയുന്നു, പിന്നീട് അദ്ദേഹം അതിന് മറുപടിയായി എന്ത് വേണമെങ്കിലും ഹാക്ക് ചെയ്യാം എന്ന ഒരു വളരെ ചെറിയ ഒരു മറുപടി നൽകുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ ഉയരുന്നൊരു ചോദ്യം എന്ന് ഇപ്പോൾ അമിത് മാളവ്യ അദ്ദേഹം ചോദിക്കുന്നത്, ലോകത്തിന് മുന്നിൽ പോയി നിന്ന് കരയുന്നത് കൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിശ്വാസ്യത തകർക്കാം എന്നതിനപ്പുറത്ത് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? 2017 EVMന് വേണ്ടിയിട്ട് EVMന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഒരു ചലഞ്ച് മുന്നിൽ വെക്കുന്നുണ്ട്. കോൺഗ്രസ് ഉൾപ്പെടെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൽ പങ്കെടുക്കുന്നില്ല. തുടർച്ചയായി 2019 BJP രണ്ടാമത് അധികാരത്തിൽ വരുമ്പോഴൊക്കെ BJP നിങ്ങളുടെ ഈ ആരോപണത്തെ പ്രതിരോധിക്കുന്ന എന്ത് ചോദിച്ചുകൊണ്ടാണ്? ഇലക്ഷൻ കമ്മീഷൻ തെളിയിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ, എന്നിട്ട് ഇപ്പോൾ ഈ രാഷ്ട്രീയമായി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നു എന്നല്ലേ അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇതിനൊരു രാഷ്ട്രീയ കാരണം മാത്രമാണോ, അതോ നിങ്ങൾക്ക് അടിയുറച്ച വിശ്വാസമുണ്ടോ EVMകൾ ശരിയാകില്ല, ബാലറ്റിലേക്ക് തിരികെ പോകണം എന്ന്? മാധു, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ജനങ്ങൾക്ക് വിശ്വാസം വേണം. അതാണ് ഏറ്റവും പ്രധാനം. ജനാധിപത്യപരമായ ഒരു രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയക്ക് ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണം.
ആ വിശ്വാസം ഉണ്ടാക്കുന്ന രീതിയിലല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പം ഞാൻ നോക്കട്ടെ, നമ്മുടെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഏറ്റവും വലിയ ശക്തിയുള്ള ഒരു ആയുധമാക്കി അല്ലെങ്കിൽ ഒരു സ്ഥാപനമാക്കി മാറ്റിയത് TN ശേഷനാണ്. അദ്ദേഹത്തിൻ്റെ കാലയളവ് 90 മുതൽ 96 വരെയാണ്. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുന്ന 91 മുതൽ 96 വരെയുള്ള കാലഘട്ടത്തിൽ TN ശേഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു. അദ്ദേഹം നടത്തിയിട്ടുള്ള മുഴുവൻ റിഫോംസിനും കോൺഗ്രസ് പിന്തുണ കൊടുക്കുകയല്ലേ ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, അതിന് മുമ്പുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് സംവിധാനമാണോ 91 TN ശേഷന്റെ സമയം മുതൽ ഇങ്ങോട്ടുണ്ടായത്? വളരെ ശക്തിയുള്ള പല്ലും നഖവുമുള്ള ഏത് രീതിയിലൊരു സമാന്തര ഗവൺമെന്റായി തന്നെ മാറുന്ന രീതിയിൽ ഇലക്ഷൻ കമ്മീഷനെ ശക്തിപ്പെടുത്തി. അതിന് കോൺഗ്രസ് എവിടെയെങ്കിലും എതിർത്തിട്ടുണ്ടോ? അവിടെ 96 ശേഷം കോൺഗ്രസ് പരാജയപ്പെട്ടല്ലോ. അപ്പോഴും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. ഇവിടെ എലോൺ മസ്ക് പറയുന്ന അല്ല വിഷയം. BJPക്ക് എലോൺ മസ്ക് പറയുന്നു, അതുകൊണ്ട് കോൺഗ്രസ് ഇനി വിദേശ ബന്ധമൊക്കെ ആരോപിക്കാനുള്ള താല്പര്യമൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ആരോപണങ്ങൾ, ഈ സംശയങ്ങൾ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സംശയങ്ങളാണ്. ഞങ്ങൾ ഒരിക്കലും EVM വേണ്ട എന്നുള്ളൊരു നിലപാട് ഞങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസം വരണം. അതിനെന്താ? VVPAT കൊണ്ടുവന്നു. ആ VVPAT എണ്ണണം. VVPATകൾ ജനങ്ങൾക്ക് കുറെ കൂടി കൃത്യമായ രീതിയിൽ മനസ്സിലാക്കത്തക്ക രീതിയിൽ അത് 7 സെക്കൻഡ് വന്നു പോകുന്നതല്ലാതെ അവർക്ക് അത് എടുക്കാനും അത് അവിടെ തന്നെ നിക്ഷേപിക്കാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം. VVPATകൾ എണ്ണി തിട്ടപ്പെടുത്തണം. പ്രശ്നം വരുന്ന സ്ഥലങ്ങളിലെങ്കിലും ഈ VVPATകൾ എണ്ണണം. അങ്ങനെ ഒരു റിഫോം VVPAT കൊണ്ടുവന്നതിന് ശേഷം അത് ഒരു തരത്തിലും ഉപയോഗിക്കാതെ വെച്ചുകൊണ്ട് അതിനെ വെറും എന്താ പറയുക ഒരു പ്രഹസനമാക്കി മാറ്റുന്ന ഒരു രീതിയുണ്ട്. ഇതെല്ലാം പ്രശ്നം എന്താ? ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം സാധാരണ മനുഷ്യന് ഇത് നടക്കുന്നത് നീതിപൂർവകമാണെന്നുള്ള ബോധ്യം ഉണ്ടാക്കിക്കൊള്ളു. അത് ഇലക്ഷൻ കമ്മീഷന്റെ ബാധ്യതയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, ശരി.